നമസ്കാരം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. നമ്മൾ CSEXECUTIVE കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇത് റിവിഷൻ വീഡിയോ ആണ്. നിങ്ങൾ ആൾറെഡി ഈ ചാപ്റ്ററൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിവിഷൻ വീഡിയോ ആണ്. പാർട്ട് 2 ആണിത്. ആദ്യത്തെ പാർട്ട് നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ സംസാരിക്കാൻ ആദ്യം തുടങ്ങുന്നത് ബിംസ്റ്റെക്കിനെ കുറിച്ചിട്ടാണ്. ബിംസ്റ്റെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിംസ്റ്റെക്ക് എന്ന് പറഞ്ഞാൽ ദ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ് ബിംസ്റ്റെക്ക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിംസ്റ്റെക്ക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിംസ്റ്റെക്ക് ഇത് 7 മെമ്പർ സ്റ്റേറ്റുകളാണ് ബിംസ്റ്റെക്കിലുള്ളത്. 7 മെമ്പർ സ്റ്റേറ്റുകളാണ് ബിംസ്റ്റെക്കിലുള്ളത്. 5 സ്റ്റേറ്റുകൾ സൗത്ത് ഏഷ്യയിൽ നിന്നാണ്. അതിൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്കയുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് മ്യാൻമാറും തായ്ലൻഡും ഇതിൻ്റെ മെമ്പേഴ്സായിട്ടുണ്ട്. അപ്പോൾ 5 നമ്മൾ മൊത്തം 5 സ്റ്റേറ്റുകൾ, 7 സ്റ്റേറ്റുള്ള 7 മെമ്പേഴ്സ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ 7 രാജ്യങ്ങളുടെ ഒരു മെമ്പർഷിപ്പാണ് ബിംസ്റ്റെക്ക് എന്ന് പറയുന്നത്. ഈ ബിംസ്റ്റെക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് 5 സ്റ്റേറ്റുകൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് സൗത്ത് ഏഷ്യയിൽ നിന്നും ആൻഡ് 3 സ്റ്റേറ്റുകൾ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുമാണ് കാണുന്നത്. ഇതിനെയാണ് ബിംസ്റ്റെക്ക് എന്ന് പറയുന്നത്. ബിംസ്റ്റെക്കിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് രാജ്യങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർ പരസ്പര സഹകരണം തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ബീങ് ഒരു സെക്ടർ ഡ്രിവൺ ഗ്രൂപ്പിംഗ് ആയതുകൊണ്ട് ബിംസ്റ്റെക്ക് സാധാരണ ഫോക്കസ് ചെയ്തിരുന്നത് 6 സെക്ടറുകളിലായിരുന്നു. ട്രേഡ്, ടെക്നോളജി, എനർജി, ട്രാൻസ്പോർട്ട്, ടൂറിസം ആൻഡ് ഫിഷറീസ്. ആൻഡ് അത് 2008 അതിൽ അഗ്രികൾച്ചറും പബ്ലിക് ഹെൽത്തും പോവർട്ടി അലിവിയേഷൻ, കൗണ്ടർ ടെററിസം, എൻവയറൺമെൻറ്റ്, കൾച്ചർ, പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇതെല്ലാം ഇതിൽ ആൾറെഡി ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 1997 നിന്നും 2008 വന്നപ്പോൾ മാറ്റങ്ങളുണ്ടായി. അതിനുശേഷം വീണ്ടും ഇതിനെ റീഓർഗനൈസ് ചെയ്തു. 2021 റീഓർഗനൈസ് ചെയ്തു. ആൻഡ് ഓരോ സെക്ടറുകളും ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ സെക്ടറുകളിൽ ഫോക്കസ് ചെയ്യാൻ കൊടുത്തു. ബംഗ്ലാദേശിന് ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ഭൂട്ടാൻ എൻവയറൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇന്ത്യ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് കൗണ്ടർ ടെററിസം, ട്രാൻസ്നാഷണൽ ക്രൈം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെ ഇന്ത്യയാണ് നോക്കുന്നത്. ദെൻ നേപ്പാൾ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്റ്റ് ആണ് നേപ്പാൾ നോക്കുന്നത്. ദെൻ സബ് സെക്ടേഴ്സിൽ കൾച്ചർ, ടൂറിസം, പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്റ്റ് ആണ് അവർ നോക്കുന്നു. ദെൻ ശ്രീലങ്ക സയൻസ്, ടെക്നോളജി, ഇന്നൊവേഷൻ, തായ്ലൻഡ് കണക്ടിവിറ്റി നോക്കുന്നു. ഹിസ് എക്സലൻസി മിസ്റ്റർ ടെൻസിംഗ് ലക്പൽ ആണ് സെക്രട്ടറി ജനറൽ ബിംസ്റ്റെക്കിൻ്റെ. 2020 അദ്ദേഹം സെക്രട്ടറി ജനറൽ ആകുന്നത്. ഇദ്ദേഹം 3ാമത്തെ ബിംസ്റ്റെക് സെക്രട്ടറി ജനറലാണ്. എന്താണ് ബിംസ്റ്റെക്കിൻ്റെ പർപ്പസ് എന്നുള്ളതാണ്. അതായത് റാപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഈ സഹകരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ റാപ്പിഡ് ആയിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്തുക. ആൻഡ് സ്പെസിഫിക് കോപ്പറേഷൻ പ്രൊജക്റ്റുകളെ പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇക്കണോമിക് ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യുക. ആക്റ്റീവ് കൊളാബറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുക. ദെൻ പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഈച്ച് അതർ, ഓരോരുത്തർക്കും പരസ്പര സഹകരണം, ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ പരസ്പര സഹകരണം ഉണ്ടാക്കുക. ആൻഡ് എഫക്റ്റീവ്ലി ജോയിൻ്റ് എഫേർട്ടുകളിൽ അവരെന്ത് ചെയ്യണം? പരസ്പര സഹകരണം ഉറപ്പുവരുത്തുക. പരസ്പരം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുക. സെയിം ഇത് തന്നെയാണ്. ആൻഡ് ഏതൊക്കെ പ്രൊജക്റ്റുകളിലാണ് അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് റീജിയണൽ ബേസിൽ ചെയ്യാൻ പറ്റുക, അതിൽ സഹകരിക്കുക. പീസും സ്റ്റെബിലിറ്റിയും ഉറപ്പുവരുത്തുക ഈ റീജിയണിൽ. ദെൻ ബെനിഫിഷ്യൽ കോഓപ്പറേഷൻ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ആൻഡ് റീജിയണൽ ഓർഗനൈസേഷൻസുമായിട്ട് ഒരു ബെനിഫിഷ്യൽ കോഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. മൾട്ടി ഡയമെൻഷണൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക. ഇതുമായിട്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ ബിംസ്റ്റെക് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും വളർത്തുക. ഇതൊക്കെയാണ് ലക്ഷ്യമായിട്ട് പറയുന്നത്. ബിംസ്റ്റെക് 2023 ബിംസ്റ്റെക് ന്യൂസ് എന്ന് പറയുന്നത് കൗണ്ടർ ടെററിസം ആൻഡ് ട്രാൻസ്നാഷണൽ ക്രൈം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഇവരുടെ ന്യൂഡൽഹിയിൽ വെച്ച് 10ാമത്തെ മീറ്റിങ്ങിൽ 2023 നടക്കുകയുണ്ടായി. 2023 ജനുവരിയിൽ കൗണ്ടർ ടെററിസം ആൻഡ് നാഷണൽ ക്രൈം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് അല്ലെങ്കിൽ ജോയിന്റ് ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുകയുണ്ടായി. ദെൻ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ഫ്രം ബിംസ്റ്റെക് countries meet to discuss the establishment of
ബിംസ്റ്റെക് ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഒരു ബിംസ്റ്റെക് ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ക്രിയേഷനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻ്റാണ് ഞാൻ പറയുന്നത്, ബിംസ്റ്റെക് ഡെവലപ്മെൻറ്റ് ഫണ്ട്. ദെൻ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഒരു എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസ്പെറസ്, ഇൻക്ലൂസീവ്, റെസിലിയൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഏഷ്യ ആൻഡ് പസഫിക് വൈൽ സസ്റ്റൈനിങ് ഇറ്റ്സ് എഫേർട്സ് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പ്രോവർട്ടി. എക്സ്ട്രീം പ്രോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് സൗത്ത് ഈസ്റ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഏഷ്യ പസഫിക് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നതാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ലക്ഷ്യം. 1960 ADB ഫോം ചെയ്യപ്പെടുന്നത്. എപ്പോഴാണ്? 1960. ദെൻ ഏരിയാസ് ഓഫ് വർക്ക്. ADB ഉദ്ദേശിക്കുന്നത് അച്ചീവ് എ പ്രോസ്പെറസ് ആൻഡ് സസ്റ്റൈനബിൾ ഏഷ്യ ആൻഡ് പസഫിക് while sustaining its efforts to eradicate extreme poverty. It assists its members and partners by providing loans, technical assistance, grants and equity investments to promote social and economic development. അപ്പോൾ സാമ്പത്തികമായ സാമൂഹികമായ പങ്കാളിത്തത്തോടു കൂടി ഈ മെമ്പർ രാജ്യങ്ങളെ പാർട്ട്ണർ രാജ്യങ്ങൾക്ക് ലോണുകൾ കൊടുക്കുക, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, ഗ്രാൻറ്റുകൾ കൊടുക്കുക, ആവശ്യമാണെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ADB ഫോം ചെയ്യപ്പെടുന്നത്. ഇതൊരു മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് ലോണുകൾ കൊടുക്കുന്നു, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, ഗ്രാൻറ്റുകൾ കൊടുക്കുന്നു. ADB ADB മാക്സിമൈസ് ദ ഡെവലപ്മെൻറ്റ് ഇമ്പാക്റ്റ്. എങ്ങനെയാണ് ADB അവരുടെ ഡെവലപ്മെൻറ്റ് ടാർഗറ്റ് അവർ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് മനസ്സിലാക്കുന്നത് ഫെസിലിറ്റേറ്റ് പോളിസി ഡയലോഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അഡ്വൈസറി സർവീസസ് കൊടുക്കുക, ഫിനാൻഷ്യൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക, കോഫിനാൻസിങ് ഓപ്പറേഷൻസ് അതിൽ ക്രിയേറ്റ് ചെയ്യുക. ഇത് ADBയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ദെൻ ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ഫിനാൻസിങ്. എങ്ങനെയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ഫിനാൻസിങ് ചെയ്യുന്നത് എന്നതാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഗവൺമെൻറ്റുകൾക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത്, എലിജിബിൾ റെസിപ്പിയൻസ് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലെ പ്രൈവറ്റ് കമ്പനികൾക്ക്, പ്രൈവറ്റ് കോർപ്പറേറ്റ്സിന് ആവശ്യമായ ഘട്ടങ്ങളിൽ അവർ കൊടുക്കാറുണ്ട്. നോൺ സോവറിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ. എന്താ നോൺ സോവറിൻ എന്ന് പറഞ്ഞാൽ? രാജ്യങ്ങൾക്കല്ലാതെ കൊടുക്കുന്ന ഓപ്പറേഷൻസിൽ എന്തൊക്കെ ഉണ്ടാവുക? ലോണ് കൊടുക്കാം, ഗ്യാരണ്ടി കൊടുക്കാം, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാം. അതുപോലെയുള്ള ഫിനാൻസിങ് അറേഞ്ച്മെൻറ്റ്സ് പ്രൈവറ്റ്ലി ഹെൽഡ്, ജനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന, ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സോവറിൻ ആയിട്ടുള്ള എൻറ്റിറ്റികൾക്ക് അവർ കൊടുക്കുന്നു. അതിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ബാങ്ക് പോലെ തന്നെയാണ്. സോവറിൻ സ്റ്റേറ്റുകളെ സഹായിക്കുന്നു, അതുപോലെ തന്നെ നോൺ സോവറിൻ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലാത്ത പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള കമ്പനികളെയും ഇവിടെ സഹായിക്കുന്നു. ലോൺസ് ആൻഡ് അതർ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ലോണുകളും മറ്റുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സുകളും. ADB സാധാരണ കൊടുക്കുന്നത് കറൻസി ലോണുകളാണ്. അതിലേതൊക്കെയായിരിക്കും? സീനിയർ ആൻഡ് സബോർഡിനേറ്റഡ് ആസ് വെൽ ആസ് മെസനൈൻ ഫിനാൻസിങ്. അതായത് വലിയ ലോണുകൾ, ചെറിയ ലോണുകൾ, അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലെ ലോണുകൾ, ഇതെല്ലാം ആര് കൊടുക്കുന്നു? ADB കൊടുക്കുന്നു. ADB ലോക്കൽ കറൻസി ലോണുകളും സെലക്റ്റീവ് മാർക്കറ്റിൽ കൊടുക്കാറുണ്ട്. ഇന്ത്യയിലെ റുപ്പി കറൻസി ലോണുകളും അവർ കൊടുക്കാറുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റും മറ്റുമൊക്കെ എങ്ങനെയാണ്? ആ കൊടുക്കുന്ന എമൗണ്ട്, ആ കമ്പനിയുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നീഡ്, അതിൻ്റെ റിസ്ക്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. റേറ്റ്സ് ഒരിക്കൽ ഒരു ലോൺ പ്രൈസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രിവെയിലിംഗ് മാർക്കറ്റ് റേറ്റ്, റിലവൻറ്റ് രാജ്യത്തിലെ പ്രിവെയിലിംഗ് മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടായിരിക്കും റേറ്റ് തീരുമാനിക്കുന്നത്. ADB സാധാരണ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസ് ആണ് കൊടുക്കുന്നത്. സെക്യൂർഡ് ഓവർനൈറ്റ് ഫിനാൻസിങ് റേറ്റ്, എൻ്റെ പേരെന്താണ്? സെക്യൂർഡ് ഓവർനൈറ്റ് ഫിനാൻസിങ് റേറ്റ് അല്ലെങ്കിൽ യൂറോ ഇന്റർബാങ്ക് റേറ്റിൻ്റെ തൊട്ടു മുകളിൽ ആ റിസ്കിനുള്ള അഡീഷണൽ മാർജിനും കൂടി വെച്ചിട്ടാണ് ADB ലോണ് കൊടുക്കുന്നത്. ദെൻ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫീസുകൾ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിൽ വയബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റികളും ADB ചോദിക്കാറുണ്ട്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ADB ഡയറക്റ്റ്ലി ഒരു കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നതാണ് ചോദ്യമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ പലപ്പോഴും ADBയിൽ കണ്ടിട്ടുണ്ട്. ഇത് ഫിനാൻസിങ് ത്രൂ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഫിനാൻസിങ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർ കൊടുക്കുന്നുണ്ട്. പ്രിഫേർഡ് സ്റ്റോക്ക് ഓർ കൺവേർട്ടിബിൾസ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ എൻ്റർപ്രൈസസ് എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കർ ബിഫോർ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. സാധാരണ ADBക്ക് കൊടുക്കുന്ന ഫണ്ടിങ് ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂന് പോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഒരു ഫണ്ടിങ് കൊടുക്കുന്നത്.
ഒരിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയറുകൾ ഫെയർ മാർക്കറ്റ് പ്രൈസിൽ ADB അതെന്ത് ചെയ്യും, ഡൈവേസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ADBക്ക് അതൊരു പ്രോഫിറ്റബിൾ വെഞ്ചർ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ADB അതിന് ഫണ്ട് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് പ്രീ IPO സമയങ്ങളിൽ ADB അവർക്ക് ഫണ്ട് ചെയ്യും. അങ്ങനെ ADB ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഫണ്ട് ചെയ്യുന്ന സമയത്ത് അത് ഫണ്ട് ചെയ്ത് കിട്ടുന്ന സെക്യൂരിറ്റിയുടെ വാല്യൂ, അത് IPO ചെയ്യുമ്പോൾ വാല്യൂ വർദ്ധിക്കുന്ന സമയത്ത് ആ വാല്യൂവിനനുസരിച്ച് അവർ ADB എന്ത് ചെയ്യും, അതിനെ എക്സിറ്റ് ചെയ്യും. ഇനി ADBയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇങ്ങനത്തെ കമ്പനികളുടെ ബോർഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആവശ്യമായ സമയത്ത് ആവശ്യമായ റിപ്പോർട്ടുകളും ADB ചോദിക്കാറുണ്ട്. ഗ്യാരണ്ടീസ്, ADB ഗ്യാരണ്ടികൾ കൊടുക്കാറുണ്ട്. എലിജിബിൾ പ്രൊജക്റ്റുകൾക്ക് അതിന് അവർ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന ഗ്യാരണ്ടികൾ കൊടുക്കാറുണ്ട്. ലോൺ സിൻഡിക്കേഷനും ADB ചെയ്യാറുണ്ട്. ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ആളോട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ലോൺ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് ലോൺ തരാൻ സാധിക്കണമെന്നില്ല. അങ്ങനത്തെ സമയത്ത് അവരെന്ത് ചെയ്യും, ആ ലോൺ വേണ്ട എന്ന് അവർ പറയാറില്ല. അവരെന്താ പറയുക, ആ ലോൺ ഞങ്ങൾ തരാം, പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല തരാം, ഞങ്ങളൊരു ടീമായിട്ടാണ് തരിക എന്ന് പറയും. എന്നാൽ അവരെന്ത് ചെയ്യും, ഒരു ലീഡ് ബാങ്കായിട്ട് ഒരു ബാങ്ക്, ഉദാഹരണം ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് ഒരു 1000 കോടി ലോൺ വേണമെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 കോടി രൂപ ലോൺ തരണമെന്നില്ല. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിങ്ങളുടെ ആ അക്കൗണ്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല, കാരണം അതൊരു ബിസിനസ്സാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതൊരു റിസ്ക് ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഈ 1000 കോടി ലോണിൻ്റെ ഒരു ലീഡ് ബാങ്കറായിട്ട് ആര് മാറും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറും. അതിനുശേഷം മറ്റു ബാങ്കുകളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട്, മറ്റു ബാങ്കുകളുമായി സംസാരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ചെറിയ എമൗണ്ടായി, ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 1000 കോടിയാണെങ്കിൽ 50 കോടിയുടെ 20 ബാങ്കുകളുമായി സംസാരിച്ച് 50 കോടി ലോൺ അറേഞ്ച് ചെയ്യും. എന്നിട്ട് 1000 കോടി നമുക്ക് തരും. അപ്പോൾ നാളെ നമ്മൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിന് ഈ പണം മുഴുവൻ ഒരുമിച്ച് നഷ്ടപ്പെടുന്നില്ല. ഇതാർക്കാണ് നഷ്ടപ്പെടുന്നത്, എല്ലാവർക്കും കൂടിയാണ് നഷ്ടപ്പെടുന്നത്. തിരിച്ച് അത് കറക്റ്റായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിന് 50 കോടിയേ കിട്ടുള്ളൂ. ബാക്കിയുള്ള 50 കോടി വെച്ചല്ല ബാക്കിയുള്ള 19 ബാങ്കിനും കിട്ടുമെങ്കിൽ പോലും അവിടെ ഈ ബാങ്കുകൾക്ക് ഈ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് സ്റ്റേറ്റ് ബാങ്കിന് എന്ത് കിട്ടും, ഒരു പലിശ കിട്ടും. അപ്പോൾ ഒരു ലോൺ സിൻഡിക്കേഷൻ, വലിയ ഒരു ലോൺ ആവശ്യം വരുന്ന സമയത്ത് റാദർ ഗോയിങ് ടു എ ബാങ്ക് ഇറ്റ് ഈസ് ആൾവേസ് ബെറ്റർ ടു ഗോ ടു എൻ ADB നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ, അത് പ്രൈവറ്റ് സെക്ടർ പ്രൊജക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ഓർ ഫുള്ളി ഗവൺമെൻറ് പ്രൊജക്റ്റ് ആവട്ടെ, ഇതിൽ ADB നമ്മളെ സഹായിക്കാൻ തയ്യാറായിരിക്കും. ആൻഡ് ബ്ലെൻഡഡ് ഫിനാൻസ്. ബ്ലെൻഡഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കൺസെഷണൽ ഫിനാൻസ് ഫ്രം ഡോണേഴ്സ് ആൻഡ് തേർഡ് പാർട്ടീസ്. സംഭാവന കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരും അതുപോലെ തന്നെ ലോൺ കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരും തമ്മിൽ അവർ ചേർന്നുകൊണ്ട് നമുക്ക് തരുന്ന ഫണ്ടിനെയാണ് നമ്മൾ ബ്ലെൻഡഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതും അറേഞ്ച് ചെയ്ത് കൊടുക്കും, ADB അറേഞ്ച് ചെയ്ത് കൊടുക്കും. അടുത്തതാണ് OECD, ദ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതാണ് OECD ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഒരു ബെറ്റർ ലൈഫ്, നല്ല ജീവിതങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ബെറ്റർ പോളിസീസിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. OECDയുടെ ഗോള് എന്ന് പറയുന്നത് എന്താണ്, പ്രോസ്പെരിറ്റി ഫോസ്റ്റർ ചെയ്യുക, ഈക്വാലിറ്റി ഫോസ്റ്റർ ചെയ്യുക, ഓപ്പർച്യൂണിറ്റി ഫോസ്റ്റർ ചെയ്യുക, വെൽബീയിങ് ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബ്രീഫ് ഹിസ്റ്ററി, OECD ആക്ച്വലി OEEC ആയിരുന്നു, ഓർഗനൈസേഷൻ ഓഫ് യൂറോപ്യൻ ഇക്കണോമിക് കോപ്പറേഷൻ ആയിരുന്നു. അതിന് എന്താണ് OECD ആയത് 1960 ചാറ്റു ഡി ലാ മെറ്റെ എന്നുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു കോൺഫറൻസിൽ പാരീസിലാണ് നടക്കുന്നത്. പാരീസ് കോൺഫറൻസിലാണ് 14 ഡിസംബർ 1960 അതെന്താണ് OEEC എന്തായി മാറിയത്, OECD ആയി മാറിയത്. 30 സെപ്റ്റംബർ 1961 മുതൽ OECD വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം OECD വൊക്കേഷൻ ഹാസ് ബിൻ ഡെലിവർ ഗ്രേറ്റർ വെൽബീയിങ് വേൾഡ് ബൈ അഡ്വൈസിങ് ഗവൺമെന്റ്സ് ഓൺ പോളിസീസ് ദാറ്റ് സപ്പോർട്ട് റെസിലിയന്റ്, ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ OECD അന്ന് മുതൽ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് എവിഡൻസ് ബേസ്ഡ് പോളിസി അനാലിസിസ്, അതെന്താണ്, മാർക്കറ്റിൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസികൾ അനലൈസ് ചെയ്യുന്നു, അതിന് വേണ്ട സജഷൻസ് കൊടുക്കുന്നു. ദെൻ G7 കൺട്രികളുമായിട്ടും G20 രാജ്യങ്ങളുമായിട്ടും OECD റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഇത്രയാണ് OECDനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ ബോഡീസിൽ നിന്ന് നമ്മൾ നേരിട്ട് വരുന്നത് നാഷണൽ ബോഡീസാണ്. നമ്മൾ അന്തർദേശീയ സ്ഥാപനങ്ങളെക്കുറിച്ച്, പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ നാഷണൽ ബോഡീസ്, ദേശീയമായിട്ട് നമ്മുടെ രാജ്യത്ത് ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നിതി ആയോഗാണ്. നിതി ആയോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രൂപമാണ് നിതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ 1950 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. അത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ. അതിൻ്റെ ഇനീഷ്യൽ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി എങ്ങനെ നമുക്ക് രാജ്യത്തിനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. ദെൻ
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ഐഡിയ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് നിതി ആയോഗ് ഉണ്ടാക്കുന്നത്. നിതി ആയോഗ് ആക്ച്വലി ഇറ്റ് ഈസ് ടു റീപ്ലേസ് പ്ലാനിംഗ് കമ്മീഷൻ. കാരണം എന്താണ്, ബെറ്റർ സെർവ് ദ നീഡ്സ് ആൻഡ് aspirations of the people of India, an important evolutionary change from the past. Niti Aayog act as a quintessential platform of the government of India to bring states to act together in the national interest and thereby fosters cooperative federalism. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊരു യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. എന്നാൽ ഒരു യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് സം ഫെഡറൽ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് സം യൂണിറ്ററി ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന കൺസെപ്റ്റിൽ നിന്നും നിതി ആയോഗ് എന്താ പറയുന്നത്, കോപ്പറേറ്റീവ് ഫെഡറലിസം, പരസ്പര സഹകരണത്തോടു കൂടി ഓരോ സ്റ്റേറ്റും അവരുടെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുക. ആ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതെങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യും. നിതി ആയോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 2015 അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വളരെ തവണ യങ്ങസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നാണ് നിതി ആയോഗ്. നിതി ആയോഗ് ഒരു പ്രീമിയർ പോളിസി തിങ്ക് ടാങ്ക് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഇവരെന്ത് ചെയ്യുന്നു, ഡയറക്ഷണൽ ആൻഡ് പോളിസി ഇൻപുട്ടുകൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു, ലോങ് ടേം പോളിസികളും പ്രോഗ്രാമുകളും സെറ്റ് ചെയ്യുന്നു. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉപദേശം കൊടുക്കുന്നത് നിതി ആയോഗാണ്. നിതി ആയോഗിൻ്റെ എൻറ്റയർ ഗമൗണ്ട് ഓഫ് ആക്ടിവിറ്റീസ്, എന്തെല്ലാം പ്രവർത്തികളാണ് നിതി ആയോഗ് ചെയ്യുന്നത്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. പോളിസി ആൻഡ് പ്രോഗ്രാം, പോളിസികൾ ഉണ്ടാക്കുന്നു, പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നു, സഹകരണത്തോടുകൂടിയുള്ള ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യുന്നു, ആൻഡ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. അങ്ങനെ നമ്മൾ പോളിസിയും പ്രോഗ്രാമും കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. തിങ്ക് ടാങ്ക് ആൻഡ് ദ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്, ഇത് ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. നിതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇവോൾവ് എ ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ്, സെക്ടേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് വിത്ത് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഇരുന്നു കൊണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പകരം ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് സ്റ്റേറ്റുകളെ ബോധവാന്മാരാക്കുകയും അവരുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടി എങ്ങനെ മുന്നിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ക്രെഡിബിൾ പ്ലാൻസ് വഴി ഡെവലപ്മെൻറ്റ് മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ദെൻ അവർക്ക് സ്പെസിഫിക്കലി റെഫർ ചെയ്ത ഏരിയകൾ ഇക്കണോമിക് സ്ട്രാറ്റജി ആൻഡ് പോളിസിയിൽ, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ട്രാറ്റജികളിലും പോളിസികളിലും അവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ദെൻ ഏതൊക്കെ സെക്ടേഴ്സിലാണോ റിസ്ക് ഓഫ് നോട്ട് ബെനിഫിറ്റിംഗ് അഡ്വക്കേറ്റ്ലി ഫ്രം ഇക്കണോമിക് പ്രോഗ്രസ് ഉള്ളത്, സാമ്പത്തികമായ രാജ്യത്തുണ്ടാകുന്ന സമയത്ത് ഏതൊക്കെ സെക്ടറുകളാണോ ലാഗ് ചെയ്ത് പോകാൻ സാധ്യതയുള്ളത്, ആ സെക്ടറുകളെ മനസ്സിലാക്കി അവർക്കുള്ള പ്രൊമോഷൻ ഐഡിയാസ് കൊടുക്കുന്നു. ദെൻ ലോങ് ടേം പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്കിനെ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. Then key stakeholders, national and international like-minded think tanks as well as educational policy research organization. സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ദേശീയമായും അന്തർദേശീയമായും ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് നല്ലൊരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ നിതി ആയോഗ് ശ്രമിക്കുന്നു. ദെൻ നോളജ് ആൻഡ് ഇന്നൊവേഷൻ എൻ്റർപ്രണറിയൽ സപ്പോർട്ട് സിസ്റ്റം കൊളാബറേറ്റ് ചെയ്യുന്നു സ്റ്റേറ്റുകളുമായി ചേർന്നുകൊണ്ട്. ദെൻ ഏതെങ്കിലും തരത്തിലെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് റിസോഴ്സ് സെന്ററുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊരു ഗുഡ് ഗവേണൻസിന്റെ ഡെപ്പോസിറ്ററി ആണ് ശരിക്കും പറഞ്ഞാൽ നിതി ആയോഗ് എന്ന് പറയുന്നത്. Then actively monitor and evaluate implementation of programs and initiatives, including the identification of needed resources to strengthen the probability of success and scope of delivery. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഗ്രാംസുകളും ഇനീഷ്യേറ്റീവും ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച കണ്ടിന്യൂസ് ആണെന്നും അത് യാതൊരു വിധത്തിലും നിൽക്കുന്നില്ല എന്നും അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് വളർച്ച ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ടു ഫോക്കസ് ടെക്നോളജി അപ്ഗ്രഡേഷനിൽ ഫോക്കസ് ചെയ്യുന്നു. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഏരിയകളിൽ അവർക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ ആര് തയ്യാറാവുന്നു? നിതി ആയോഗ് തയ്യാറാവുന്നു. നിതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ദെൻ വൈസ് ചെയർമാൻ സുമൻ ഭെറി. ദെൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് റാവു ഇന്ദർജിത് സിംഗ് അതിൻ്റെ മെമ്പറാണ്. ഫുൾ ടൈം മെമ്പേഴ്സ് VK സരസ്വത്, രമേശ് ചന്ദ്, VK പോൾ, അരവിന്ദ് ബിർമാനിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. ദെൻ ഗവേണിംഗ് കൗൺസിൽ ഓഫ് നിതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെയുള്ളത്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നിതി ആയോഗിൻ്റെ എക്സ് ഓഫീസർ മെമ്പേഴ്സ്, വൈസ് ചെയർപേഴ്സൺ, ഫുൾ ടൈം മെമ്പേഴ്സ് ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് all union territories states and LG of Lieutenant General of Andaman Nicobar Islands and Ladakh,
ദെൻ നിതി ആയോഗ് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കാം. ദെൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടായിരിക്കാം. 7 മീറ്റിങ്ങുകളാണ് സോഫാർ 7 മീറ്റിങ്ങുകളാണ് ഗവേണിംഗ് കൗൺസിൽ മീറ്റിങ്ങുകൾ പ്രൈം മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്നിട്ടുള്ളത്. ഇതിൽ 7th മീറ്റിംഗ് നടന്നത് ഓഗസ്റ്റ് 7, 2022 അന്ന് ഒരു സംസാരിച്ചിട്ടുള്ള മെയിൻ അജണ്ടകൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ പൾസസ്. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്തമായ ക്രോപ്പുകൾ എങ്ങനെ കൃഷി ചെയ്യാമെന്നും ആൻഡ് പൾസസിൽ എങ്ങനെ സെൽഫ് സഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാമെന്നും ഓയിൽ സീഡുകളിൽ എങ്ങനെ സെൽഫ് സഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാമെന്നും അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ സെൽഫ് സഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാമെന്നും അവർ ഡിസ്കസ് ചെയ്യേണ്ടായി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അർബൻ ഗവേണൻസിനെ കുറിച്ചും അതിൽ ഡിസ്കസ് ചെയ്യേണ്ടായി. ആൻഡ് റിലവൻസി ഓഫ് നിതി ആയോഗ്. നിതി ആയോഗിൻ്റെ ആവശ്യകത എന്താണ്? കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, കോപ്പറേറ്റീവ് ഫെഡറലിസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ഇന്നോവേറ്റീവ് ഐഡിയകളുടെ തിങ്ക് ടാങ്ക് ആയി, റെസൊല്യൂഷൻ ഫോർ കൺവേർജൻസ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നിതി ആയോഗ് ഓരോ സംസ്ഥാനങ്ങളെയും സഹായിക്കുന്നു. നിതി ആയോഗുമായി ബന്ധപ്പെട്ട ന്യൂസ് PDS സിസ്റ്റം സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്, നിതി ആയോഗ് സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത് PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകൾ പ്രൈവറ്റൈസ് ചെയ്യുക, ഫ്രീ ഫുഡ് കവറേജ് കുറയ്ക്കുക, ആൾക്കാർക്ക് വെറുതെ ഭക്ഷണം കൊടുക്കുന്ന രീതി കുറയ്ക്കുക, അതുപോലെ സബ്സിഡികൾ കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമായിട്ട് പറയുന്നത്. ഒരു 63% ഫുഡ് ഗ്രെയിൻ സബ്സിഡിയിൽ കുറയ്ക്കണം എന്നാണ് നിതി ആയോഗ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം COVID-19 സമയത്ത് ധാരാളം ഫ്രീ ഫുഡ് കൊടുത്തിരുന്നു. അതിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കണം, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിതി ആയോഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഓർഗനൈസേഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് April 1, 1935 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ ഓഫീസ് ആദ്യം ഉണ്ടായിരുന്നത് കൽക്കട്ടയിലായിരുന്നു, പിന്നീട് അത് ബോംബെയിലേക്കായി. 1937 ബോംബെയിലേക്കാകുന്നത്. ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻ ഓഫ് ദ അപ്പെക്സ് ബാങ്ക് എന്താണ് റിസർവ് ബാങ്കിൻ്റെ ജോലി? ടു റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ് ആൻഡ് കീപ്പിംഗ് റിസർവ്സ് വിത്ത് എ വ്യൂ ടു സെക്യൂറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി. ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക, രാജ്യത്തിൻ്റെ മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി റിസർവുകൾ സൂക്ഷിക്കുക, ആൻഡ് ജനറലി ടു ഓപ്പറേറ്റ് ദ കറൻസി ഓപ്പറേറ്റ് ചെയ്യുക, ക്രെഡിറ്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുക, ആൻഡ് ഒരു മോഡേൺ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ഉറപ്പുവരുത്തുക. ഇതാണ് റിസർവ് ബാങ്കിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. റിസർവ് ബാങ്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഒന്ന് മോണിറ്ററി അതോറിറ്റിയാണ്. ഇവരെന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. ദെൻ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുന്നു. റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റെഗുലേറ്ററും സൂപ്പർവൈസറും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ദെൻ എങ്ങനെയാണ് കമ്പനിയുടെ ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് RBI ആണ്. ആൻഡ് അടുത്തത് മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. 1999 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ റെഗുലേറ്റർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് പേയ്മെൻറ്റുകൾ കറക്റ്റായിട്ട് നടക്കുന്നു ഉറപ്പുവരുത്തുക, കമ്മിറ്റ്മെൻറ്റുകൾ കറക്റ്റായി നടക്കുന്നു ഉറപ്പുവരുത്തുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ പോസിറ്റീവ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. സ്മാൾ ചെറിയ കറൻസികൾ ഒഴിച്ച് ബാക്കിയുള്ള കറൻസികളെല്ലാം ഇഷ്യൂ ചെയ്യുന്ന ഫംഗ്ഷൻ റിസർവ് ബാങ്കിനാണ്. ആൻഡ് റിസർവ് ബാങ്കിൻ്റെ ഡെവലപ്മെൻ്റൽ റോളുണ്ട്. അതായത് നാഷണൽ ഒബ്ജക്റ്റീവ് അനുസരിച്ച്, ദേശീയ താല്പര്യം അനുസരിച്ച് രാജ്യത്തിലെ ഓർഗനൈസേഷൻസ് വളരാനും മാർക്കറ്റുകൾ വളരാനും സഹായിക്കുന്ന റിസർവ് ബാങ്കാണ്. ദെൻ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽ സിസ്റ്റത്തിൻ്റെ റെഗുലേറ്ററും സൂപ്പർവൈസറും, ചെക്കുകൾ, ഡ്രാഫ്റ്റുകൾ, ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽ സിസ്റ്റത്തിൻ്റെ റെഗുലേറ്റർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെയുള്ള മറ്റുള്ള ബാങ്കിങ് ഫങ്ഷൻസ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടും ബാങ്കിൻ്റെ ബാങ്കായിട്ടും റിസർവ് ബാങ്കാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ശ്രീ ശക്തികാന്ത ദാസ് ആണ്. അദ്ദേഹത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ M.K. ജെയിൻ, ഡോക്ടർ M.G. പാത്ര ആൻഡ് മിസ്റ്റർ M.R. റാവ് ആൻഡ് T. റബി ശങ്കർ. ഇവരാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് റെപ്പോ റേറ്റ് നോക്കുകയാണെങ്കിൽ, മോണിറ്ററി പോളിസി വെച്ച് നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് റെപ്പോ റേറ്റ് 6.5% ആണ്. റിവേഴ്സ് റെപ്പോ 3.35% ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 6.75 ആണ്. ബാങ്ക് റേറ്റ് 6.75 ആണ്. CRR 4.5 ആണ്. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ദാറ്റ് ഈസ് 18% ആണ്.
ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി വിൽ ഹെൽപ്പ് എക്സ്പെഡൈറ്റ് ക്രെഡിറ്റ് ഫ്ലോസ്. RBI ഗവർണർ പറയുന്നു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി എങ്ങനെയാണ്, ക്രെഡിറ്റ് ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എത്ര സ്പീഡിൽ നമ്മുടെ രാജ്യത്തിൽ ക്രെഡിറ്റ് ഫ്ലോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ പറയുന്നത്. അടുത്ത ഒരു അതോറിറ്റി, റിസർവ് ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്ന അടുത്ത അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് പൈസയുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ റെഗുലേറ്റർ ആണെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ ആണ് ആര്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ സെബി ഫോം ചെയ്യുന്നത് 1992 അത് ഉണ്ടാകാനുള്ള ആക്ട് 1992 സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് സെബി ഫോം ചെയ്യപ്പെടുന്നത്. സെബിയുടെ ആക്ടിന്റെ പ്രിയാമ്പിൾ പറയുന്നത്, സെബിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെന്റ് ആൻഡ് ടു regulate the securities market and for matters connected therewith or incidental thereto എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ അതിൽ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. ശ്രീമതി മാധവി പുരി ബച്ചാണ് പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് സെബി, and Sri S.K. Mohanty and Sri Anantha Barua and Sri Ashwini Bhatia and Sri Anant Narayan Ji അവരാണ് ഇതിൻ്റെ ഹോൾ ടൈം മെമ്പേഴ്സ്. സെബിയുമായി ബന്ധപ്പെട്ട ന്യൂസ്, സെബി ആസ് ലോഞ്ച്ഡ് ഇൻഫർമേഷൻ ഡാറ്റാബേസ് ഓൺ മുനിസിപ്പൽ ബോണ്ട്. മുനിസിപ്പാലിറ്റികൾ ഇൻഡോറാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി വിച്ച് ഹാസ് ഇഷ്യൂഡ് മുനിസിപ്പൽ ബോണ്ടുകൾ. അപ്പോൾ മുനിസിപ്പൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് സെബി ലോഞ്ച് ചെയ്തു 2023 ജനുവരി 22. സെബി ഏതെങ്കിലും തരത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഔട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് മെക്കാനിസം നിന്നു പോവുകയാണെങ്കിൽ, അതിന് ആവശ്യമാണെങ്കിൽ എന്ത് പറയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് വേണമെങ്കിൽ ആ ട്രേഡിംഗ് ഹവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് സെബി പറയേണ്ടായി. അതായത് ഇപ്പോൾ രാവിലെ 9:30 മുതൽ 3:30 വരെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിനെ വേണമെങ്കിൽ അങ്ങനെ ഔട്ടേജോ മറ്റോ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് സെബി പറയുന്നു. ദെൻ issue and listing of commercial papers by listed real estate investment trust and infrastructure investment trustകൾ സെപ്റ്റംബർ 22, 2020 അവർക്ക് കമേഴ്ഷ്യൽ പേപ്പറുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾക്കും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾക്കും ഇഷ്യൂ ചെയ്യാം എന്ന് പറയുന്നു. സെബി ജോയിൻസ് RBIയുടെ അക്കൗണ്ട് അഗ്രിഗേറ്റർ എക്കോസിസ്റ്റത്തിൽ, അതായത് അക്കൗണ്ട് അഗ്രിഗേറ്റർ എക്കോസിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ ഷെയറിംഗ് സിസ്റ്റത്തിൽ സെബിയും കൂടെ ചേരുന്നു. ദെൻ അതുപോലെ തന്നെ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്, ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്ക് അവർക്ക് ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ഗൈഡ് ലൈൻസ് സെബി കൊണ്ടുവന്നു. ദെൻ സെബിക്ക് കൊടുക്കേണ്ടുന്ന ഫീസിൽ GST ആഡ് ചെയ്യണം എന്ന് അവർ പറഞ്ഞു. അതായത് ഇതുവരെ സെബിക്ക് കൊടുക്കുന്ന ഫീസുകൾക്ക് GST ഉണ്ടായിരുന്നില്ല, അതിന് GST ഉണ്ട്. ദെൻ സെബി എംപാനൽസ് 8 entities ടു പ്രൊവൈഡ് ഡിജിറ്റൽ ഫോറൻസിക് സർവീസസ്. ഡിജിറ്റൽ ഫോറൻസിക് സർവീസസിന് വേണ്ടി 8 എൻറ്റിറ്റികളെ രജിസ്റ്റർ ചെയ്തു. അതിൽ മെയിനായിട്ടുള്ളത് ഡെലോയിറ്റ്, ടച്ച് ടൊമാറ്റ്സു, ഇന്ത്യ LLP ആൻഡ് എൺസ്റ്റൈൻ LLP. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ഫോറൻസിക് സർവീസസ് കൊടുക്കുന്നത്. 8 എൻറ്റിറ്റികളെയാണ് അവർ എംപാനൽ ചെയ്തത്. സെബി ഇൻവെസ്റ്റേഴ്സിനെ അൺഓതറൈസ്ഡ് PMS പ്രൊവൈഡേഴ്സിൽ നിന്നും കോഷൻ ചെയ്യുന്നു. അൺഓതറൈസ്ഡ് PMS എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ്. നിങ്ങളുടെ കയ്യിൽ പണം ധാരാളമുണ്ട്, എന്നാൽ ഷെയർ മാർക്കറ്റിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്നാൽ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങി അത്രയും പണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യാനുള്ള നോളജ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ആൾക്കാർ ധാരാളം ഫ്രോഡ് മാർക്കറ്റിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫ്രോഡുകളുടെ ഇതിനിടയിലാണ് സെബി പറയുന്നത് കോഷൻസ് ദ ഇൻവെസ്റ്റേഴ്സ് ഓൺ ഫ്രോഡുലന്റ് PMS ഓപ്പറേറ്റേഴ്സ്. സെബി ഒരു ഇൻവെസ്റ്റർ ചാർട്ടർ ഇഷ്യൂ ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ സർവീസുകൾ, എല്ലാതരം ഫിനാൻഷ്യൽ സർവീസുകളും എല്ലാ പ്രൊഡക്റ്റുകളും ആരൊക്കെ കിട്ടണം, കസ്റ്റമർക്ക് കിട്ടണം. എന്നാൽ കസ്റ്റമറുടെ താല്പര്യം സംരക്ഷിക്കേണ്ടതും ആവശ്യമാണ് എന്നാണ് ഇൻവെസ്റ്റർ ചാർട്ടർ പറയുന്നത്.
ഇൻവെസ്റ്റർ ചാർട്ടറിൽ പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ്, അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ റൈറ്റ്സും ലയബിലിറ്റീസും ആസ് വെൽ ആസ് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇൻവെസ്റ്റിംഗ്, സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ പറയുന്നു. ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തലാണ് ഇൻവെസ്റ്റർ ചാർട്ടറിൽ പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് വാട്ട് ആസ് എ റൈറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒന്ന്, ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ നമ്മൾ അർഹരാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ ഗ്രീവൻസസ് സ്കോർസ് വഴി ടൈംലി മാനറിൽ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ സെബി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബ്രോക്കർ ആവട്ടെ, മെർച്ചന്റ് ബാങ്കർ ആവട്ടെ, RNT ആവട്ടെ, ആരോ ആവട്ടെ, അവരിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെബി പറയുന്ന സമയത്തിനുള്ളിൽ സമയബന്ധിതമായി നമുക്ക് സപ്പോർട്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് സെബി പറയുന്നു ഇൻവെസ്റ്റർ ചാർട്ടറിൽ? എന്താണ്? സെബി റെക്കഗ്നൈസ് ചെയ്ത മാർക്കറ്റ് ഇൻ്റർമീഡിയറിയുമായിട്ട് മാത്രം അവർ ഡീല് ചെയ്യുക. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, അവരുടെ KYC റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് ഏതെങ്കിലും തരത്തിലെ ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ടൈം ബൗണ്ട് ബാനറിൽ അത് സോൾവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ദെൻ അവരുടെ അക്കൗണ്ട്സ് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം അവർ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക. ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഡൂസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഓരോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്യുമെൻറ്റുകൾ പ്രോപ്പറായി വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റർ ഗ്രീവൻസസ് റിഡ്രസൽ മെക്കാനിസത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്കിനെ കുറിച്ച് മനസ്സിലാക്കുക. ദെൻ അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ റിലേറ്റഡ് കമ്പനിയെ ഇൻഫോം ചെയ്യുക. ദെൻ വേരിയസ് ഫീസ്, ചാർജസ്, മാർജിൻ, പ്രീമിയം ഇതെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. റിലവൻറ്റ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സുകൾ പ്രിസർവ് ചെയ്യുക. ഡോൺട്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ക്യാഷ് പേയ്മെൻറ്റ്, യാതൊരു വിധത്തിലുള്ള ക്യാഷ് പേയ്മെൻറ്റും നമ്മൾ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് ലോഗിൻ IDs, പാസ്വേഡ്, ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് ഇതൊന്നും ഒരു ബ്രോക്കറുടെ കയ്യിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ്റർമീഡിയറുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ മനസ്സിലായേ? ഇത് ഇൻവെസ്റ്ററുടെ താല്പര്യം, സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഡീല് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഇത് വെറും സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് മാത്രമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ്, റിസർച്ച് അനലിസ്റ്റുകൾ, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ, ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ, സ്റ്റോക്ക് ബ്രോക്കർമാർ, ഇവർക്കെല്ലാം ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ സെബി നമ്മുടെ ഈ ഒരു ഏരിയ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 4-5 ക്വസ്റ്റ്യൻസ് വരെ ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സെബി നമുക്ക് ഭയങ്കര ഫേമസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. മത്സരം, കോമ്പറ്റീഷൻ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നല്ലതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. നല്ലതാണ് എന്ന ഉത്തരം. അത്യാവശ്യമാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. കാരണം മത്സരമുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റുകളും നല്ല സർവീസുകളിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഉദ്ദേശം എന്ന് 2002 കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആൻറ്റി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ ഇല്ലാതിരിക്കുക, ഒരാളുടെ ഡോമിനൻറ്റ് പൊസിഷൻ അയാൾ അബ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ ഒത്തൊരുമിച്ച് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ദ്രോഹം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തലാണ് CCIയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2003 ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി 2003 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യേണ്ടായി. ഈ കമ്മീഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രാക്ടീസുകളാണോ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന ആള് കോമ്പറ്റീഷനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന പ്രാക്ടീസുകൾ ചെയ്യുന്നത് അതിനെ റിമൂവ് ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്യുക, കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുക, കസ്റ്റമേഴ്സിന്റെ താല്പര്യം സംരക്ഷിക്കുക, ഫ്രീ ട്രേഡ് ഉറപ്പുവരുത്തുക. ഇതാണ് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. കമ്മീഷൻ ആൾസോ റിക്വയർഡ് ടു ഗിവ് ഒപ്പീനിയൻ, അതായത് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിൽ നിന്നും എന്തെങ്കിലും സജഷൻസ് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അഡ്വൈസ് ആവശ്യപ്പെട്ടിട്ടുള്ള റിക്വസ്റ്റുകൾ കിട്ടുകയാണെങ്കിൽ അതിന് ടൈം ബൗണ്ട് ആയിട്ട് റിപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഇവർക്കുണ്ട്. മിസ്സസ് റവനീത് കൗറാണ്
ചെയർപേഴ്സൺ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ, സംഗീത വർമ്മ ആൻഡ് ശ്രീ ഭഗവത് സിംഗ് ബിഷ്ണോയ് ആണ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. CCI ബന്ധപ്പെട്ട ന്യൂസ് എന്താണ്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഇൻവോക്ക് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി പ്രിൻസിപ്പിൾ ടു എക്സാമിൻ മെർജർ ആൻഡ് അക്വിസിഷൻ ഡേറ്റ്സ്. ഒരു സിഗ്നിഫിക്കൻറ്റ് മൂവാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ. അതായത് ഏതെങ്കിലും സമയത്ത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ റിക്വയർഡ് ഫോറം ഇല്ലാത്തത് കൊണ്ട്, റിക്വയർഡ് കോറം ഇല്ലാത്തത് കൊണ്ട്, കോറം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് പീപ്പിൾ ടു ബി പ്രസന്റ് ടു വാലിഡ്ലി കണ്ടക്ട് എ മീറ്റിംഗ്. നിയമപരമായിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നതിന്, ഒരു ഡിസ്കഷൻ നടത്തുന്നതിന് മിനിമം എത്ര ആൾ വേണം എന്നതിനെയാണ് കോറം എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഏതെങ്കിലും അവസരത്തിൽ കോറം തികയാതെ വരുന്ന ഒരു അവസരത്തിൽ ഒരു മെർജർ ആൻഡ് അമാൽഗമേഷനെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ കമ്മീഷൻ ആവശ്യമാണെങ്കിൽ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി പ്രിൻസിപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കറന്റ്ലി കോമ്പറ്റീഷൻ കമ്മീഷനിലാകെ 2 മെമ്പേഴ്സാണുള്ളത്. ചെയർപേഴ്സൺ ഇസ് വേക്കൻ്റ് ആണ്. 2022 അശോക് കുമാർ ഗുപ്ത എന്ന് പറയുന്ന ചെയർപേഴ്സൺ റിട്ടയർ ആയത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് വേണ്ടി വരാം? നമുക്ക് ചില സമയത്ത് എന്ത് വേണ്ടി വരാം? പ്രോപ്പർ കോറം ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരാം. അതിനാണ് എന്താ പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പടിഞ്ഞാറ് കോമ്പറ്റീഷൻ കമ്മീഷൻ റീജിയണൽ ഓഫീസുണ്ട്. അത് ബോംബെയിലാണ് ഉള്ളത്. ശ്രീമതി നിർമ്മല സീതാരാമനാണ് അത് എന്ത് ചെയ്തത്? ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് ഒരു കേസ് ആണ് അത് തൻവീർ ഇൻഫ്രാസ്ട്രക്ചർ SIOAC ആൻഡ് സെംകോർപ്പ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനികളുടെ കോമ്പിനേഷൻ, 2 കമ്പനികൾ പരസ്പരം സഹകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മെർജ് ചെയ്യുന്ന സമയത്ത്, അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അമാൽഗമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെന്ത് ഇമ്പാക്റ്റ്? കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ പെർമിഷൻ വേണം. ഇതെന്ത് ഇമ്പാക്റ്റാണ് രാജ്യത്തിലെ കോമ്പറ്റീഷൻ ലെവലിൽ ഉണ്ടാക്കുക എന്നറിഞ്ഞ് മാത്രമേ അങ്ങനെ ഒരു അപ്രൂവൽ ആര് കൊടുക്കുള്ളൂ? കോമ്പറ്റീഷൻ കമ്മീഷൻ കൊടുക്കുള്ളൂ. ആൻഡ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ്. എന്താണ് ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ? നമ്മളെപ്പോഴാണോ ഒരാൾക്ക് പണം കൊടുക്കാനുള്ളത്, അത് കൊടുക്കാനുള്ള പണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസോൾവൻ്റ് ആയി എന്ന് പറയുന്നു. മുഴുവനും കൊടുക്കാൻ സാധിച്ചെങ്കിൽ ഇൻസോൾവൻ്റ് ആയി എന്ന് പറയുന്നു. ഇനി ഒരിക്കലും അവർക്ക് ആ പണം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ബാങ്ക്രപ്റ്റ് ആയി എന്ന് പറയുന്നു. 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 പ്രകാരമാണ്. ഇതിൻ്റെ ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള, അതായത് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞ ഇക്കോസിസ്റ്റത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷനാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ദെൻ ഇതിൽ ഇൻസോൾവൻസി ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു? ഇവിടെ ഓരോ കമ്പനികൾ പരാജയപ്പെടുമ്പോൾ അതിനെങ്ങനെ റീഓർഗനൈസ് ചെയ്യാം, അതുപോലെ അത് റീഓർഗനൈസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ, അതായത് റെസൊല്യൂഷൻ പ്രൊഫഷണൽസിനെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം, പാർട്ട്ണർഷിപ്പിനെ എങ്ങനെ അപ്രൂവ് ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് അസറ്റുകൾക്ക് മാക്സിമം വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. പരാജയപ്പെടുന്ന കമ്പനികളിലെ അസറ്റുകളൊക്കെ തുരുമ്പ് വിലയ്ക്കാണ് വിൽക്കാറ്, പക്ഷേ അതിനെങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാം, എങ്ങനെ എൻ്റർപ്രണർഷിപ്പ് വർദ്ധിപ്പിക്കാം, എങ്ങനെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് IBC കോഡ് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു കമ്പനി പരാജയപ്പെടുന്ന സമയത്ത് വൈൻഡിങ് അപ്പ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അതിന് ധാരാളം സമയമെടുക്കും. അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റർപ്രണറിയൽ ഗ്രോത്ത് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് ഈസ് എ യുണീക്ക് റെഗുലേറ്റർ. ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഒരു യുണീക്ക് റെഗുലേറ്ററാണ്. ഇവരെന്താ ചെയ്യുന്നത്? ഇത് പ്രൊഫഷനെയും പ്രോസസ്സിനെയും ഇത് റെഗുലേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാം ഒരു പ്രൊഫഷനെയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു? ഒരു പ്രൊഫഷനെയും പ്രോസസ്സിനെയും IBBI ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്നു. ഇൻസോൾവൻസി പ്രൊഫഷണലിൻ്റെ മുകളിൽ അങ്ങനത്തെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസികളുടെ മുകളിൽ, ഇൻസോൾവൻസി പ്രൊഫഷണൽ എൻറ്റിറ്റീസിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസിൻ്റെ മുകളിലൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി സൂപ്പർവൈസ് ചെയ്യുന്നത് IBBI ആണ്. IBBI ന്യൂസ് പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം പീരിയഡ്, അതായത് ഗവൺമെൻറ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡിൽ പ്രകാരം എത്ര മിനിമം സമയത്തിനുള്ളിൽ ഒരു കമ്പനി നമുക്ക് റെസൊല്യൂഷൻ കൊണ്ടുവന്ന് നമുക്ക് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കാം, അല്ലെങ്കിൽ അതിനെ പൂട്ടാമെന്ന് തീരുമാനിക്കാം. ഇതിന് പറയുന്ന മിനിമം സമയം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നാണ്. ഇന്ന് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് മിസ്റ്റർ രവി മിത്തലാണ്.
അതുപോലെ തന്നെ ശ്രീ സുധാകർ ശുക്ല ആൻഡ് ശ്രീ ജയന്തി പ്രസാദ് ആണ് അവരുടെ ഹോൾ ടൈം മെമ്പേഴ്സ്. ഇനി നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ 1980 കമ്പനി സെക്രട്ടറീസ് ആക്ട്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള കമ്പനി സെക്രട്ടറീസ് ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയർ നാഷണൽ പ്രൊഫഷണൽ ബോഡിയാണ് ICSI. ICSI മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് സ്റ്റാൻഡേർഡിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഇന്ന് ICSIയിൽ 70,000-ഓളം മെമ്പേഴ്സ് ഉണ്ട്, 2.5 ലക്ഷത്തോളം സ്റ്റുഡൻസ് ഉണ്ട്. ഈ 70,000-ഓളം മെമ്പേഴ്സ് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാസ്സായിട്ടുള്ള 70,000 പേരുണ്ട്. അതിൽ കഷ്ടി 40,000-ൽ താഴെ പേര് മാത്രമാണ് ഇന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ICSIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 4 റീജിയണൽ ഓഫീസാണ് ICSIക്ക് ഉള്ളത്. ഒന്ന് ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ആൻഡ് 72 ചാപ്റ്ററുകൾ, റീജിയണൽ സപ്പോർട്ട് സെൻറ്ററുകൾ അവർക്ക് ഉണ്ട്. കേരളത്തിൽ കണ്ണൂർ ഒരു സാറ്റലൈറ്റ് ചാപ്റ്ററുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, കോട്ടയത്തൊരു സാറ്റലൈറ്റ് ചാപ്റ്ററുണ്ട് ആൻഡ് ട്രിവാൻഡ്രത്തും ഒരു ചാപ്റ്ററുണ്ട്. പ്രസൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് CS മനീഷ് ഗുപ്തയാണ്. CS B നരസിംഹമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. നമ്മുടെ മോട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് സത്യം വദ ധർമ്മം ചര, സ്പീക്ക് ദ ട്രൂത്ത് അബൈഡ് ബൈ ലോ. നിയമം അംഗീകരിക്കുക, സത്യം മാത്രം പറയുക, സത്യം വദ ധർമ്മം ചര എന്നാണ് പറയുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ടു ബി എ ഗ്ലോബൽ ലീഡർ ഇൻ പ്രൊമോട്ടിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നിയമം നോക്കുന്ന ആള് എന്നുള്ളതാണ്. പക്ഷെ നിയമം നോക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി നിയമപരമായിട്ട് നടക്കുന്നു, സമൂഹത്തിന് ഗുണകരമായിട്ട് നടക്കുന്നു, പ്രകൃതിയോട് ഗുണകരമായിട്ട് ഇടപെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊഫഷണലാണ് കമ്പനി സെക്രട്ടറി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ മിഷൻ എന്താണ്? ഡെവലപ്പ് ഹൈ കാലിബർ പ്രൊഫഷണൽസ്, അതായത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലീഡറായി മാറുക എന്നാണ് വിഷനിൽ പറയുന്നതെങ്കിൽ ആ വിഷൻ അച്ചീവ് ചെയ്യാനുള്ള പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യലാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ICSIയുമായി ബന്ധപ്പെട്ട ന്യൂസുകളിൽ 2023 ഒരു കോർപ്പറേറ്റ് ടാക്സ് കോൺഫറൻസ് ICSI നടത്തേണ്ടായി. അത് ആദ്യത്തെ കോർപ്പറേറ്റ് ടാക്സ് കോൺഫറൻസ് ആണ്. അത് ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്, ദുബായിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? കോർപ്പറേറ്റ് ടാക്സ് എ ന്യൂ പാരഡൈംസ് ടുവേർഡ്സ് ട്രാൻസ്പെറൻസി ആൻഡ് ഗുഡ് ഗവേണൻസ് എന്നായിരുന്നു. ദെൻ അതിൽ സീസൺ സ്പീക്കേഴ്സ് ഫ്രം ഇന്ത്യയിലും ദുബായിൽ നിന്നുള്ള സ്പീക്കേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. തീം ബേസ്ഡ് ഡിസ്കഷൻസ് 3 ഡിസ്കഷൻസ് ഉണ്ടായി. ആ ഡിസ്കഷൻസ് എന്തൊക്കെയായിരുന്നു? ട്രാൻസ്ഫോർമേറ്റീവ് അപ്രോച്ചിനെ കുറിച്ച്, കോർപ്പറേറ്റ് കൾച്ചറിനെ പുതിയ ടാക്സ് ലോവുമായിട്ട് എങ്ങനെ അലൈൻ ചെയ്യാമെന്നതിനെ കുറിച്ച്, ഗവേണൻസ് പ്രൊഫഷണൽ റോളുകളെ കുറിച്ച് സംസാരിക്കേണ്ടായി. ദെൻ ലണ്ടനിൽ UK-ൽ സെക്കൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ICSI ഓവർസീസ് ലണ്ടനിൽ വെച്ച് നടക്കേണ്ടായി. ദെൻ ദ റൈറ്റ് ഹോണറബിൾ ബറോൺസ് ഡോക്ടർ സന്ദീപ് വർമ്മ, മെമ്പർ ഓഫ് ദ ഹൗസ് ഓഫ് ലോർഡ്സ്, യുണൈറ്റഡ് കിങ്ഡം ആണ് ഇതിൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ആയിട്ടുള്ള മിസ്റ്റർ സുജിത് ഘോഷ് ആയിരുന്നു ഇതിൻ്റെ ഗസ്റ്റ് ഓഫ് ഓണർ. 2 ദിവസത്തെ ഇവൻ്റ് ആയിരുന്നു. ധാരാളം സെഷൻസ് അവിടെ ഉണ്ടായി. സ്പെഷ്യൽ സെഷൻസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ലോ, കോർപ്പറേറ്റ് ഗവേണൻസ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ്, ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ്, സസ്റ്റൈനബിൾ ഗവേണൻസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ്, ദെൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ, അതുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ് ഡിസ്കഷൻസ്, ദെൻ സ്റ്റിയറിംഗ് ഗുഡ് ഗവേണൻസ് ഇൻ ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റിലും ക്യാപിറ്റൽ മാർക്കറ്റിലും ഗുഡ് ഗവേണൻസിനെ കുറിച്ച് ഡിസ്കഷൻസ്, ആൻഡ് എത്തിക്കൽ ലീഡർഷിപ്പ് ബിയോണ്ട് കംപ്ലയൻസ്. വെറും കംപ്ലയൻസ് ഉണ്ടായാൽ മാത്രം പോരാ. രാജസർ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ വെറും കംപ്ലയൻസ് മാത്രം പോരാ, എത്തിക്കൽ ലീഡർഷിപ്പ് ഉണ്ടോ ഒരു ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻസ് ഉണ്ടായി. പാനൽ ഡിസ്കഷൻസ് ESGയെ കുറിച്ച്, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇംപറേറ്റീവിനെ കുറിച്ച്, ഡിജിറ്റൽ ഗവേണൻസ് റോഡ് മാപ്പിനെ കുറിച്ച്, ദെൻ ഗ്രീൻ വാഷിംഗ് ആൻഡ് ഗ്രീൻ വാഷിംഗ് ബുസിനെ കുറിച്ച് ഉണ്ടായി. നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ESG ക്രാഷ് കോഴ്സ് ICSI സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ICSI ലോർഡ്സ് യൂണിയൻ ബഡ്ജറ്റ് 2023.
2023 ബഡ്ജറ്റിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലൈഫിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കൾച്ചറിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗ്രോത്തിൽ എത്രമാത്രം വളർച്ച ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഇന്ത്യൻ ബഡ്ജറ്റ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എന്നൊരു അഭിപ്രായം ICSEക്കുണ്ട്. ഫസ്റ്റ് ബഡ്ജറ്റ് ഓഫ് അമൃത് കാലിലത്തെ ആദ്യത്തെ ബഡ്ജറ്റാണ് മിസ്സിസ് നിർമ്മല സീതാരാമൻ പബ്ലിഷ് ചെയ്തത്. 7 വിറ്റൽ ഡയമെൻഷൻസ് ആണ് ഈ ബഡ്ജറ്റിലുള്ളത്. ഇതിനെ സപ്തഋഷി എന്നാണ് പറയുന്നത്. സപ്തഋഷിയിൽ എന്തൊക്കെയാണുള്ളത്? ഇതൊക്കെ ചോദിക്കാം കേട്ടോ. അമൃതകാല് ചോദിക്കാം. അമൃതകാൽ എന്ന് പറഞ്ഞാൽ അടുത്ത 25 വർഷം. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, അൺലേഷിംഗ് ദ പൊട്ടൻഷ്യൽ, ഗ്രീൻ ഗ്രോത്ത്, യൂത്ത് പവർ, ഫിനാൻഷ്യൽ സെക്ടർ, ഇതൊക്കെയാണ് സപ്തഋഷിയിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ICSനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സമ്മിറ്റ് ആൻഡ് കോൺഫറൻസസ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെയും നാഷണൽ ഓർഗനൈസേഷനെയും കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തന്നു. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഈ MCQ ഇതിൽ ഒരു 10 മാർക്കിന് മേലെ MCQ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ 2 ടോപ്പിക്കിൽ നിന്ന്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത എക്സിക്യൂട്ടീവ് ബാച്ച്, CS എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത ബാച്ച്, അതായത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫ്ലൈൻ ബാച്ച്, ജൂണിൽ പരീക്ഷ എഴുതാനുള്ള ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് മീ. അടുത്ത വീഡിയോ വരെ ആകുമ്പോഴേക്കും ഈ 2 വീഡിയോയും കണ്ട് വൃത്തിയായി, 2 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്, 2 വീഡിയോയും കണ്ട് നന്നായിട്ട് പഠിക്കുക. MCQs കാണുന്നതിന് വേണ്ടി ArthaCS.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നോക്കുക. ടെലഗ്രാം ചാനൽ Artha ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരേക്കും, അതായത് സബ്മിറ്റ് ആൻഡ് കോൺഫറൻസസ് വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.